ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഭൂഗർഭ മിസൈൽ പ്രദർശിപ്പിച്ച് ഇറാൻ. ഭൂഗർഭ മിസൈലുകൾ ഇറാൻ വ്യാപകമായി നിർമ്മിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ട് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പരീക്ഷണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഈ മിസൈലുകൾ ഉപയോഗിച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഏതായാലും വീഡിയോ സഹിതം പുറത്തുവിട്ടപ്പോൾ ഇസ്രായേലിന് വലിയ തരത്തിലുള്ള നെഞ്ചിടിപ്പ് വന്നിരിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ തകർക്കാനുള്ള ഭൂഗർഭ മിസൈലുകളുമായി ഇറാൻ വരുമ്പോൾ തോൽക്കാനല്ലാതെ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. ഇറാന്റെ കയ്യിലുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഒറ്റക്ക് താങ്ങാനുള്ള ശേഷി ഇസ്രായേലിന് നേരത്തെയില്ല. അമേരിക്കയുടെ പിന്തുണ കിട്ടിയാലും ഒന്നും നടക്കില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം കുട്ടികൾ ഒറ്റയ്ക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും അടിച്ചിട്ടും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴും കുട്ടികളാണ് ആക്രമണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവർ ആക്രമണവുമായി മുന്നേറുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ ആക്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധകേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇസ്രായേലി നഗരങ്ങൾ പോലും ആക്രമിക്കുന്നു. ആക്രമണത്തിന് വേണ്ടി കുട്ടികൾ അവസാനമായി ഉപയോഗിച്ച 40 മിസൈലുകളും 320 ഡ്രോണുകൾ കൊണ്ടുള്ള ഒരു വലിയ സീരീസ് ആയിട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോഴും നെടുക്കം മാറാതെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല കുട്ടികളോട് എന്നിരിക്കെ ഇനി ഇറാൻ കൂടി ഇറങ്ങുമ്പോൾ ഭൂഗർഭ മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുമായി ഇറാൻ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിശ്ചയമില്ല. അതിനിടയിൽ കുട്ടികൾക്ക് ആയുധങ്ങൾ ചൈനയിൽ നിർമ്മിച്ച് നൽകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ട്രംപ് ആയുധങ്ങൾക്കും സൈനിക സഹായങ്ങൾക്കും പണം ചോദിക്കുമോ എന്നുള്ള ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി 20 ശേഷം ഇസ്രായേലിൻ്റെ ആയുധങ്ങളുടെ ലഭ്യതയ്ക്കെ കുറിച്ച് ആശങ്കയുണ്ട്. ജനുവരി 20 മുമ്പായി തന്നെ ബൈഡൻ നിലവിൽ ആവശ്യമുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിക്കഴിഞ്ഞു. ഇത് ഒരുപക്ഷെ അവസാനത്തെ കൺസൈൻമെൻ്റ് ആയേക്കാം. കാരണം ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് പോലും പണം ചോദിക്കുകയാണ് പ്രതിരോധത്തിന് വേണ്ടി. അങ്ങനെയിരിക്കെ ഇറാൻ്റെ ഭൂഗർഭ മിസൈൽ പരീക്ഷണവും ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇസ്രായേലിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞവർ ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് ഇസ്രായേലിലെ ജനങ്ങളും. അവർ ഇസ്രായേൽ വിടുന്ന തിരക്കിലാണ്. ഇസ്രായേൽ ആശങ്കപ്പെടുകയാണ്. കുട്ടികളോട് പോലും തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ദുർബല രാജ്യമായി ഇസ്രായേൽ മാറുകയാണ്.